അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതേപോലെ തുടക്കത്തിൽ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അവസാനം വരെ കേൾക്കാനും ശ്രമിക്കണേ. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. ഓ, ഇന്നുണ്ടല്ലോ സാറേ ആ കൊച്ചു സ്റ്റേഷനിൻ്റെ മുന്നിൽ, കോൺസ്റ്റബിൾ അശോകൻ ആദിത്യനോട് പറഞ്ഞു. സ്റ്റേഷന് മുമ്പിൽ കുറ്റിയടിച്ച് നിൽക്കുന്ന അന്നയെ നോക്കി ആദിത്യൻ ഒന്ന് അമർത്തി മൂളി. ആദിത്യൻ SI ആയിട്ട് കുറച്ചധികം കാലമായി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഗുണ്ട എന്നൊക്കെയാണ് ആദിത്യൻ്റെ വിളിപ്പേര്. ആ പേരിന് പിന്നിൽ കാരണങ്ങൾ പലതാണ്. 10 രൂപ ആരെങ്കിലും എക്സ്ട്രാ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആദിത്യ അവിടെ കമിഴ്ന്നടിച്ച് അങ്ങ് വീണ് കളയും. കൈക്കൂലി മേടിക്കാനോ ന്യായത്തിന് നിരക്കാത്തത് ചെയ്യാനോ ദൈവം സഹായിച്ച് ആദിത്യന് യാതൊരു മടിയുമില്ല. ആദിയെ സംബന്ധിച്ച് പണം ഏത് വഴി വന്നാലും അത് ലക്ഷ്മി ദേവി തന്നെയാണ്. ആകെ 2-3 കൊല്ലത്തെ സർവീസിനിടയിൽ ഒരു 5-6 സ്ഥലമാറ്റം അതിൻ്റെ പേരിൽ ആദിക്ക് അടിച്ചു കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇടയിലൂടെ ആരോ പണി കൊടുത്തതായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ല കഥ. ഈ സ്റ്റേഷനിൽ വന്നത് മുതൽ ഒരു ലോക്കൽ ചാനലിൻ്റെ സാരഥിയായിട്ടുള്ള നീർക്കോലി പോലെ ഒരു പെണ്ണാണ് ആദിത്യൻ്റെ എതിരാളി. അന്ന സെബാസ്റ്റ്യൻ. കണ്ടാൽ നീർക്കോലി കൂട്ടിയിരിക്കുമെങ്കിലും അവൾ കടിച്ചാൽ അത്താഴം മുടങ്ങുമെന്ന് ആദിത്യന് നല്ല തീർച്ചയാണ്. ഒരാളെയും പേടിയില്ലാത്തൊരുത്തിയാണത്. ആദിത്യൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി. ആർക്കും മുഖം കൊടുക്കാതെ വേഗത്തിൽ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ നിന്ന ആദിക്ക് കുറുകെ അന്ന കയറി നിന്നു. സാർ, വന്മാറ കേസിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? കേസന്വേഷണത്തിന് ഒരു പുരോഗതിയുമില്ലല്ലോ. മയക്കും നീട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ചോദ്യശരങ്ങൾ എറിഞ്ഞു തുടങ്ങി. നോഷം. ആദിത്യൻ ഉള്ളാലെ അവളങ്ങ് പ്രാഗി. പക്ഷെ അത് പുറത്തു പറയാൻ വയ്യല്ലോ. ക്യാമറയും പൊക്കി പിടിച്ചല്ലേ നിൽപ്പ്. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആദിത്യൻ പതിവ് ഡയലോഗ് അടിച്ചു. ഇത്രയധികം സാഹചര്യ തെളിവുകളുണ്ടായിട്ടും പോലീസിൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ പ്രതികളുണ്ടായിട്ടും നിങ്ങൾക്കൊന്നും ഇതുവരെ ചെയ്യാനായില്ലേ സാർ? അന്നയുടെ ചുണ്ടിൽ പിന്നെയും പരിഹാസം. ഇവളുടെ മുഖം പിടിച്ച് ചുവരിലങ്ങ് ഉരച്ചാലോ എന്നാണ് ആദിത്യൻ ആദ്യം ആലോചിച്ചത്. അല്ലെങ്കിൽ വേണ്ട, കളരിയും കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന കേട്ടെ. അവൾ തിരിച്ചൊന്ന് തന്നാൽ അത് മോശമാവും. ആദിത്യൻ തൻ്റെ ചിന്തകളെ തിരുത്തി കളഞ്ഞു. ആദിത്യൻ രൂക്ഷമായി ക്യാമറമാനെ ഒന്ന് നോക്കി. ആദിത്യൻ്റെ നോട്ടത്തിൽ ഭയന്ന് അന്നയുടെ കൂടെ നിന്ന ക്യാമറമാൻ വേഗത്തിൽ ക്യാമറ താഴ്ത്തി കളഞ്ഞു. ആദിത്യൻ്റെ നോട്ടം അന്നയിലേക്ക് നീണ്ടു. അവളപ്പോഴും തീ പോലെ നിന്ന് ആളുന്നുണ്ട്. അവൾ അങ്ങനെ പെട്ടെന്ന് പേടിക്കുന്ന ജാതിയൊന്നുമല്ലെന്ന് ആദിക്ക് നന്നായിട്ടറിയാം. മൈക്ക് മാറ്റടി. ആദിത്യൻ അവൾക്ക് നേരെ മുരണ്ടു. ഇല്ലെങ്കിലോ? അന്നക്ക് പുച്ഛം. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഞാനങ്ങ് എടുത്ത് എറിയും. ആദിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യ. ഓ, പേടിപ്പിക്കാതെ സാറേ, കുരക്കുന്ന പട്ടി കടിക്കില്ല എന്ന ചൊല്ല്. അന്നയുടെ ആ പറച്ചിലിൽ ആദിത്യൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പോയി. ഒരു പെണ്ണല്ലേ എന്ന് കരുതിയാണ് ആദി അവൾക്ക് അങ്ങനെ ക്ഷമിച്ചു കൊടുക്കുന്നത്. ആദിത്യൻ്റെ നിയന്ത്രണം വിടുന്നുണ്ട് എന്ന് കാണെ സെബാസ്റ്റ്യൻ അവനെയും കൊണ്ട് വേഗത്തിൽ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറാൻ ആഞ്ഞു. സാർ, ഇങ്ങ് വന്നേ, വെറുതെ സീനാക്കണ്ട. കോൺസ്റ്റബിൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോഴും അവൻ്റെ നോട്ടം അന്നയിലാണ്. ഇങ്ങനെ നോക്കാതെ സാറേ, ഞാനങ്ങ് ഭസ്മമായി പോവും. ആ വന്മാറ കേസിൽ സാർ നടത്തിയ അഴിമതിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്കതിൻ്റെ കൃത്യമായ തെളിവ് കയ്യിൽ കിട്ടിയാൽ ഇനി ഒരിക്കൽ കൂടെ കൈക്കൂലി വാങ്ങാൻ കൈ നീളാത്ത വിധം നിങ്ങളെ ഞാൻ പൂട്ടും. അന്ന വെല്ലുവിളിയോടെ വിളിച്ചു പറഞ്ഞു. ഓ, നോക്കാടി, നിന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ അങ്ങ് ഉണ്ടാക്ക്. ആദിത്യൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മുരണ്ടു. നിനക്കിതെന്താ അന്നെ? അങ്ങേരൊരു കണ്ണിൽ ചോരയില്ലാത്തവനാ. അങ്ങേരോടൊക്കെ മുട്ടാൻ പോകേണ്ട വല്ല കാര്യവും നിനക്കുണ്ടോ? ക്യാമറാമാൻ എബി ദേഷ്യത്തോടെ ചോദിച്ചു. പിന്നെ അങ്ങേരെന്നെ വലിച്ചു മൂക്കിൽ കയറ്റുവോ? അന്നക്ക് ആദിയുടെ ഭീഷണിയൊന്നും രോമത്തിൽ പോലും തൊട്ടിട്ടില്ല. പക്ഷേ എബിക്ക് അങ്ങനെയല്ല കേട്ടോ. അവന് ആദിത്യനെ നല്ല പേടിയുണ്ട്. അങ്ങേരൊരു കാട്ടുപോത്താണെന്ന് എബിക്ക് നന്നായിട്ടറിയാം. സ്റ്റേഷനിലെ ബഹളവും അന്നയുടെ വെല്ലുവിളിയുമൊക്കെ മനസ്സിലിട്ട് പുകച്ചുകൊണ്ടാണ് ആദിത്യൻ തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തത്. നാട്ടുകാർ ഗുണ്ട എന്ന് വിളിക്കുന്ന ആ കടുപ്പക്കാരൻ എസയുടെ ഉള്ളിൽ പക്ഷെ വീട്ടിലേക്കുള്ള വഴിയെത്തുമ്പോൾ മറ്റൊരു മനുഷ്യൻ ഉണരും. കൈക്കൂലി വാങ്ങാനും കേസ് ഒതുക്കാനും യാതൊരു മടിയുമില്ലാത്ത ആ പോലീസുകാരന് ഈ ലോകത്ത് ഒരേ ഒരു വീക്ക്നെസ് മാത്രമേ ഉള്ളൂ. അതവൻ്റെ അനിയത്തിക്കുട്ടിയാണ്, മാളൂട്ടി എന്ന മാളവിക. വീടിൻ്റെ ഗേറ്റ് തുറന്ന് ബുള്ളറ്റ് ഉമ്മറത്തേക്ക് കയറ്റി നിർത്തുമ്പോൾ തന്നെ ആദിത്യൻ്റെ മുഖത്തെ ഗാംഭീര്യം അലിഞ്ഞു പോയിരുന്നു. ഹെൽമെറ്റ് ഊരി ബുള്ളറ്റിൻ്റെ ഹാൻഡിലിൽ തൂക്കി ഷർട്ടിൻ്റെ മുകളിലത്തെ 2 ബട്ടൺസ് അഴിച്ചിട്ട് അവൻ അകത്തേക്ക് നടന്നു. മാളൂടി, എവിടെ പോയി കിടക്കുക? ഉള്ളിലേക്ക് കയറിക്കൊണ്ട് അവൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു.
PG ഫൈനൽ ഇയർ പരീക്ഷയുടെ തിരക്കിലായതുകൊണ്ട് ഹാളിലെ മേശപ്പുറത്ത് പുസ്തകങ്ങൾ കാടുപിടിച്ച് കിടപ്പുണ്ട്. എന്നാൽ ആളെ എങ്ങും കാണാനില്ല. ആദ്യം നേരെ അടുക്കള ലക്ഷ്യമാക്കി നടന്നു. അവിടെ ഗ്യാസ് സ്റ്റൗവിന് മുമ്പിൽ നിന്ന് ചായ തിളപ്പിക്കാൻ പാടുപെടുകയാണ് കക്ഷി. മുടി മുകളിലേക്ക് തിരികെ വെച്ച് കയ്യിലൊരു തവിയും പിടിച്ച് നിൽക്കുന്ന അനിയത്തിയെ കണ്ടപ്പോൾ ആദിയുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വിരിഞ്ഞു. എടി ആയുധം താഴെ വെക്കടി. ആദി പിന്നിലൂടെ വന്ന് അവളുടെ കവിളിൽ പിച്ചി. സാറേ വിട്, മനുഷ്യനെ ഇവിടെ ഒരു ചായ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. മാളു കവിളും തടവി പിണക്കത്തോടെ മുഖം തിരിച്ചു. നീയാണോ ചായ ഉണ്ടാക്കുന്നത്? മാറി നിൽക്കങ്ങോട്ട്. അവളെ പതിയെ തള്ളി മാറ്റി ആദി സ്പൂൺ കയ്യിലെടുത്തു. എൻ്റെ പൊന്നേട്ടാ, ഒന്ന് വേഗം ഉണ്ടാക്കിത്താ, തല പുകഞ്ഞിരിക്കുക. ഈ PG അവസാന വർഷം പരീക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടാരടങ്ങിയൊരു പരിപാടിയാണ്. വായിച്ചിട്ടൊന്നും തലയിലും കയറുന്നില്ല. അവൾ അടുക്കളയിലെ സ്ലാബിൽ കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു. അതിനല്ലേ നിൻ്റെ ഈ ഏട്ടനുള്ളത്. നീ പോയി മേശപ്പുറത്തിരിക്കുന്ന പുസ്തകമൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് ഫ്രഷായി വാ. അപ്പോഴേക്കും നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ റെഡിയാക്കാം. ആദി അവളോട് കണ്ണടച്ച് കാണിച്ചു. അവൾ ഓടിയപ്പോഴേക്കും ആദി തൻ്റെ തട്ടകത്തിലേക്ക് കടന്നു. സ്റ്റേഷനിൽ വെച്ച് അന്നുണ്ടാക്കിയ ദേഷ്യമൊക്കെ അവൻ അടുക്കളയിലെ പാത്രങ്ങളിലേക്ക് അങ്ങ് പകർന്നു. മാളുവിന് ഏറ്റവും ഇഷ്ടമുള്ള ചിക്കൻ സ്റ്റ്യൂവും അപ്പവും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായി അവൻ. ആ സ്റ്റേഷനിലെ മുരടൻ SI ഫോണിൽ പാട്ടും വെച്ച് ഉള്ളിയരിഞ്ഞ് തേങ്ങാപ്പാലും പിഴിഞ്ഞ് കറി വെക്കുന്നത് കണ്ടാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോവും. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡാണ് അനിയത്തിക്ക് വേണ്ടിയുള്ള പാചകത്തിൽ അവൻ. അവൾക്ക് പുറത്തു നിന്നുള്ള ഭക്ഷണം അത്ര പിടിക്കില്ലെന്നറിയാവുന്നത് കൊണ്ട് എത്ര തിരക്കുണ്ടായാലും ആദ്യം തന്നെയാണ് അവൾക്കുള്ളത് വെച്ചുണ്ടാക്കുന്നത്. 1 മണിക്കൂറിനുള്ളിൽ അടുക്കളയിൽ നിന്നും നല്ല ഒന്നാം തരം ചിക്കൻ സ്റ്റ്യൂവിൻ്റെ മണമുയർന്നു. മാളു വായോ. ആദി ഡൈനിങ് ടേബിളിലേക്ക് അപ്പവും കറിയും എടുത്തു വെച്ചുകൊണ്ട് വിളിച്ചു. കുളിച്ച് ഈറൻ മുടിയോടെ മാളു ഓടി വന്നു. ഡൈനിങ് ചെയറിലിരുന്ന് അവളുടെ മുന്നിലേക്ക് പ്ലേറ്റ് നീക്കി വെച്ച് കൊടുത്തുകൊണ്ട് ആദി അരികിലുള്ള കസേര വലിച്ചിട്ടിരുന്നു. അപ്പം എങ്ങനെയാ, തുടങ്ങുവാണോ? മാളു കൊതിയോടെ കറിയിലേക്ക് നോക്കി. തുടങ്ങാം. ആദി ഒരു കഷ്ണം അപ്പം മുറിച്ച് കറിയിൽ മുക്കി അവളുടെ വായിലേക്ക് നീട്ടി. കുട്ടിക്കാലം തൊട്ടേയുള്ള ശീലമാണ്. അമ്മയും അച്ഛനും പോയതിൽ പിന്നെ മാളുവിന് ഒരു കുറവും അറിയിക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ആദി നോക്കുന്നത്. അവൾ വളർന്ന് PG വിദ്യാർത്ഥിനിയായിട്ടും ആദിയുടെ കണ്ണിൽ അവൾ ഇപ്പോഴും ആ പഴയ 5 വയസ്സുകാരി തന്നെയാണ്. ആദ്യം വെച്ച് നീട്ടിയ അപ്പകഷ്ണം മാളു കൊതിയോടെ വായിലാക്കി. സൂപ്പർ, ഏട്ടൻ്റെ കൈപ്പുണ്യം അത് വേറെ തന്നെയാണ് കേട്ടോ, അവൾ പറഞ്ഞുപോയി. അല്ല ഏട്ടാ, ഇന്ന് നിങ്ങളുടെ അന്നക്കൊച്ചി വന്നില്ലേ? അന്നയുടെ പേര് കേട്ടതും ആദിയുടെ കൈ തിരിച്ചു. വന്നിരുന്നു, ആദി താല്പര്യമില്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. ആ ചേച്ചി കോളേജിൽ ഒരു റിപ്പോർട്ടിങ്ങിന് വന്നിരുന്നു ഏട്ടാ, അപ്പോൾ ചുമ്മാ സംസാരിച്ചതാ. ഭയങ്കര ബോൾഡായൊരു ചേച്ചി. പിന്നെ ആ വന്മാട കേസിൻ്റെ കാര്യവും ആ ചേച്ചിയുടെ റിപ്പോർട്ടും ഫേസ്ബുക്കിൽ ഏതോ ലോക്കൽ പേജിൽ കണ്ടു. എന്താ പ്രശ്നം? മാളു കൗതുകത്തോടെ ചോദിച്ചു. ആദ്യം ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. വീണ്ടും ഒരു കഷ്ണം അപ്പം എടുത്ത് കറിയിൽ മുക്കി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. നീ അതൊന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട. അവളൊരു വള്ളിയാ, വെറുതെ കിടന്ന് തൂങ്ങും, അത്രയേ ഉള്ളൂ. എൻ്റെ മാളൂട്ടി ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നിനക്ക് പഠിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഫീസ് വല്ലതും അടക്കാൻ ബാക്കിയുണ്ടോ എന്ന് പറ. ഫീസൊക്കെ ഏട്ടൻ കൃത്യമായി അടച്ചല്ലേ. പിന്നെ എനിക്ക് കുറച്ച് ബുക്സ് വേണം, അതിന് കുറച്ച് കാശ് വേണമായിരുന്നു. മാളു പതിയെ അവൻ്റെ കയ്യിൽ പിടിച്ചു. അതിനെന്താ, നിനക്ക് ആവശ്യമുള്ളത് നീ ചോദിച്ചോ. ഈ ഏട്ടൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയല്ലേ. നാളെ തന്നെ കാശ് നിൻ്റെ അക്കൗണ്ടിൽ വരും, പോരെ? അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ആദി പറഞ്ഞു. അവൾക്ക് ഒരു കുറവും വരരുത്. ഏറ്റവും നല്ല നിലയിൽ അവൾ ജീവിക്കണം. അത് മാത്രമാണ് ആദിത്യൻ്റെ ലക്ഷ്യം. താൻ ചെയ്യുന്ന തെറ്റുകൾ മാളു അറിയരുതെന്ന് അവന് നല്ല നിർബന്ധമുണ്ട്. അവളുടെ മുന്നിൽ അവൻ എപ്പോഴും സ്നേഹനിധിയായ ആദർശവാനായ ഏട്ടൻ മാത്രമാണ്. ഏട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാളു ആദിയുടെ മുഖത്തേക്ക് നോക്കി. എന്താടാ? ഈ നാട്ടുകാരൊക്കെ ഏട്ടനെ പറ്റി പലതും പറയുന്നത് കേൾക്കാം. ഏട്ടൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്നും പണത്തോട് ഭയങ്കര ആർത്തിയാണെന്നും ഒക്കെ. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ സഹിക്കില്ല ഏട്ടാ. എനിക്കറിയാം എൻ്റെ ഏട്ടൻ പാവാണെന്ന്. പക്ഷെ എന്തിനാ ഇങ്ങനൊരു ചീത്തപ്പേര് വാങ്ങിക്കുന്നത്? മാളുവിൻ്റെ കണ്ണുകളിൽ നേരിയ സങ്കടം നിഴലിച്ചു. ആദ്യം കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ അവളുടെ തലയിൽ തഴുകി ഒന്ന് പുഞ്ചിരിച്ചു. എടി മോളെ, ഈ പോലീസ് പണി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പണിയാ. ഇവിടെ നല്ലവനായി ജീവിച്ചാൽ ആരും വില നൽപ്പിക്കില്ല. നന്മമരമാവാൻ നോക്കിയാൽ ചവിട്ടി മെതിക്കും. എൻ്റെ മോൾ ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. ഈ ലോകം മുഴുവൻ എനിക്കെതിരെ തിരിഞ്ഞാലും എൻ്റെ അനിയത്തിക്ക് എന്നെ മനസ്സിലായാൽ മതി. നീ നന്നായി പഠിച്ച് ഒരു വലിയ നിലയിലെത്തണം. അതാണ് ഈ ഏട്ടൻ്റെ ഒരേ ഒരു ആഗ്രഹം.
ആദിയുടെ വാക്കുകളിൽ അവളോടുള്ള സ്നേഹം നിറഞ്ഞിരുന്നു. എനിക്കറിയാം ഏട്ടാ, എനിക്ക് എൻ്റെ ഏട്ടൻ മാത്രമാണ് ഉള്ളത്. മാളു ആദിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ച് ആ തലയിൽ ചുംബിച്ചു. ആ വലിയ വീട്ടിൽ അവർ രണ്ടുപേരും പരസ്പരം താങ്ങായി ജീവിക്കുകയാണ്. പുറം ലോകത്തിന് ആദിത്യനൊരു ഗുണ്ടയോ അഴിമതിക്കാരനോ ഒക്കെ ആയിരിക്കാം. എന്നാൽ ആ 4 ചുവരുകൾക്കുള്ളിൽ അവൻ മാളൂട്ടിയുടെ സ്വന്തം ഏട്ടൻ മാത്രമാണ്. അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, അവൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പാവമേട്ടൻ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മാളുവിനെ വീണ്ടും പഠിപ്പിക്കാനിരുത്തി അവൾക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് ചൂട് പാലുമായി ആദി അവളുടെ മുറിയിലേക്ക് ചെന്നു. പാലിൽ തൊട്ടു നോക്കി ചൂട് പാകമാണെന്ന് ഉറപ്പുവരുത്തി അവൾക്ക് നൽകി. ഇനി അധികം വൈകരുത്, വേഗം കിടന്നുറങ്ങണം കേട്ടല്ലോ, അവൻ പറഞ്ഞു. ഓ ശരി സാറേ, അവൾ ചിരിച്ചുകൊണ്ട് അവനൊന്ന് സെല്യൂട്ട് അടിച്ചു. അവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങി സ്വന്തം മുറിയിലേക്ക് നടക്കുമ്പോൾ ആദിയുടെ മനസ്സിൽ വീണ്ടും അന്നയുടെ മുഖം തെളിഞ്ഞു വന്നു. അവൾ തനിക്കെതിരെ തെളിവ് ശേഖരിക്കുന്നുണ്ടെന്ന് വെല്ലുവിളിച്ചാണ് പോയത്. ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ആദി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പിറുപിറുത്തു. അന്നയും എബിയും തിരികെ പോകുന്ന വഴിയിലും എബിയുടെ മുഖത്തെ ഭയം വിട്ടുമാറിയിരുന്നില്ല. എന്നാൽ അന്നയുടെ മനസ്സിൽ ആദിത്യൻ്റെ ക്രോധം നിറഞ്ഞ മുഖവും വന്മാറ കേസിൻ്റെ ഫയലുകളുമായിരുന്നു. വൈകുന്നേരത്തോടെ അവൾ തൻ്റെ സ്കൂട്ടർ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. അന്ന സ്കൂട്ടർ മുറ്റത്ത് സ്റ്റാൻഡ് ചെയ്ത് വെച്ച് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഹാളിൽ നിന്നും വലിയ ചിരിയും ബഹളവും കേൾക്കാമായിരുന്നു. അവിടെ ലിവിംഗ് റൂമിലെ സോഫയിൽ പപ്പ സെബാസ്റ്റ്യനും അനിയൻ അലനും ഇരുന്ന് മൊബൈലിൽ എന്തോ ഫുട്ബോൾ മാച്ച് കണ്ട് ആർത്തു വിളിക്കുകയാണ്. കണ്ടാൽ പപ്പയും മകനും ആണെന്ന് പറയില്ല. രണ്ടും കൂട്ടുകാരെ പോലെയാണ്, അവരുടെ ഇരിപ്പും നടപ്പുമെല്ലാം. അകത്തേക്ക് കയറി വന്ന അന്ന ഇത് കണ്ട് തൻ്റെ ബാഗ് സോഫയിലേക്ക് എറിഞ്ഞു. ആഹാ, എൻ്റെ കൊച്ചു സിംഹം വന്നല്ലോ. എന്താടി, ചാനലിൽ നിന്ന് വലിയ വെടിക്കെട്ടൊക്കെ ആയിരുന്നെന്ന് കേട്ടു, സെബാസ്റ്റ്യൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വളരെ ഫ്രണ്ട്ലി ആയൊരു പപ്പയാണ് സെബാസ്റ്റ്യൻ. മക്കളെ എത്രത്തോളം സ്വാതന്ത്ര്യം നൽകിയാണ് അദ്ദേഹം വളർത്തുന്നത്. പിന്നെ വെടിക്കെട്ടല്ല, ഒരു 1.5 പടക്കത്തിന് തീ കൊടുത്തിട്ടാണ് വന്നത്. അലനാണ് അത് പറഞ്ഞത്. അവൻ സോഷ്യൽ മീഡിയ വഴി അന്ന ലൈവ് വന്നത് കണ്ടിരുന്നു. അന്ന ചെന്ന് പപ്പയുടെ അരികിലിരുന്ന് ആ കട്ടൻ ചായയിൽ ഒരിറക്ക് കുടിച്ചു. മേരി മകളുടെ തലയിൽ പതുക്കെ തലോടി. അത് തന്നെയാണ് എന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നീ എന്തിനാ മോളെ എപ്പോഴും ഇൻസ്പെക്ടറുടെ പിന്നാലെ നടന്ന് ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നത്? ഈ ഓരോ ഏടാകൂടത്തിലും പോയി ചാടല്ലേ എന്ന് ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മുഖത്ത് ആകുലത ഉണ്ടായിരുന്നു. സെബാസ്റ്റ്യനും അലനും പരസ്പരം ഒന്ന് നോക്കി. സെബാസ്റ്റ്യൻ പതുക്കെ അന്നയുടെ കയ്യിൽ പിടിച്ചു. ഒരു സുഹൃത്തിനെ പോലെ, അതേസമയം ഒരച്ഛൻ്റെ കരുതലോടെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. അതാ മോളെ അമ്മ പറഞ്ഞത്. ആ ആദിത്യൻ എങ്ങനെയുള്ള ആളാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. കൈക്കൂലി വാങ്ങാനും ഗുണ്ടായുസം കാണിക്കാനും അയാൾക്ക് യാതൊരു മടിയുമില്ല. നിയമം കയ്യിലെടുക്കുന്ന ഒരു കാട്ടുപോത്താണ് അയാൾ. നീ എന്തിനാ എപ്പോഴും അയാളുടെ മൂക്കിൻ തുമ്പിൽ പോയി ക്യാമറയിൽ നീട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? ചെയ്യുന്ന ജോലി മാനിയായിട്ട് ചെയ്താൽ പോരെ? പപ്പയുടെ ചോദ്യം കേട്ടതും അന്നയുടെ മുഖത്ത് ആ വാശി വീണ്ടും മിന്നി മറഞ്ഞു. അവൾ ചായക്കപ്പ് മേശപ്പുറത്തേക്ക് വെച്ചു. അപ്പോൾ പപ്പക്കും അറിയാലോ അയാൾ ചെയ്യുന്നതൊക്കെ. ആ വന്മാറ കേസ്, ഒരു പാവം കുടുംബത്തിൻ്റെ കണ്ണീരാണത്. ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ആദ്യത്തെ ലക്ഷങ്ങളാണ് കൈക്കൂലി വാങ്ങിയത്. കൃത്യമായ സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടും പ്രതികളെ മുഴുവൻ അയാൾ സംരക്ഷിക്കുകയാണ്. സ്റ്റേഷൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ പ്രതികൾ കറങ്ങി നടന്നിട്ടും അയാൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. പണം കിട്ടിയാൽ ആദ്യത്തെ ആരുടെ കാലും നക്കും. അന്നയുടെ വാക്കുകളിൽ ദേഷ്യരച്ച് കയറി. എനിക്കറിയാം മോളെ, നീ പറയുന്നത് സത്യമായിരിക്കാം, സെബാസ്റ്റ്യൻ ശാന്തമായി പറഞ്ഞു. പക്ഷെ അവൻ വലിയ സ്വാധീനമുള്ളവനാ. ഡിപ്പാർട്ട്മെൻറ്റിൽ അവൻ അത്ര ചീത്തപ്പേരുണ്ടെങ്കിലും അവനെ തൊടാൻ മുകളിലുള്ളവർക്ക് പോലും മടിയാ. കാരണം അത്രയ്ക്ക് നെഗറ്റീവ് പവറുള്ള ഒരാളായി ആദിത്യൻ. നീ ഇങ്ങനെ അവൻ്റെ അഴിമതികൾക്കെതിരെ തെളിവ് തപ്പി നടക്കുമ്പോൾ അവൻ നിനക്കെതിരെ തിരിഞ്ഞാൽ നീ ഒരു പെൺകുട്ടിയല്ലേ മോളെ, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അച്ഛൻ മകളെ കടുത്ത ഭാഷയിൽ വിലക്കിയില്ല. കാരണം തൻ്റെ മകളുടെ ഉള്ളിൽ നീതിബോധം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എങ്കിലും ഒരച്ഛൻ്റെ ഉള്ളിലെ ഭയം ആ വാക്കുകളിലുണ്ടായിരുന്നു. അതേ ചേച്ചി, ആ എബിച്ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു, അലൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. അങ്ങേട്ട നോട്ടം കണ്ടപ്പോൾ തന്നെ എബിച്ചേട്ടൻ്റെ പകുതി ജീവൻ പോയത്രേ. നീ കാരണം അവൻ്റെ ക്യാമറയും തല്ലിപ്പൊളിക്കും അങ്ങേര്. അന്ന ഒന്ന് ഉച്ചത്തിൽ ചിരിച്ചു. എന്നിട്ട് പപ്പയുടെ തോളിലേക്ക് ചാഞ്ഞു. എൻ്റെ പപ്പ, ഈ അന്നയെ പപ്പയ്ക്ക് ഇപ്പോഴും അറിയില്ലേ? അവൻ എത്ര വലിയ കൊമ്പനായാലും എനിക്ക് പുല്ലാണ്. ആ വന്മാറ കേസിൽ അവൻ നടത്തിയ അഴിമതികളുടെയും കൈക്കൂലി വാങ്ങലിൻ്റെയും കൃത്യമായ തെളിവ് എൻ്റെ കയ്യിൽ കിട്ടാൻ പോവുകയാണ്. അത് കിട്ടിയ പിന്നെ ഒരിക്കൽ പോലും കൈക്കൂലി വാങ്ങാൻ അവൻ്റെ കൈ നീളാത്ത വിധം ഈ അന്ന അവനെ പൂട്ടും. ജയിലിൽ കിടക്കേണ്ടി വരും ആ SI ആദിത്യൻ, അവൾ വെല്ലുവിളിയോടെ പറഞ്ഞു. എങ്കിലും മോളെ, പോലീസ് കാട്ടാളന്മാരാ.
അവർക്കൊരു പെണ്ണാണെന്നോ ആണാണെന്നോ ഇല്ല, സൂക്ഷിക്കണം. അമ്മ മേരി വീണ്ടും ഓർമ്മിപ്പിച്ചു. ഓ, അതൊന്നും കുഴപ്പമില്ല അമ്മേ, ഞാൻ നോക്കിക്കോളാം. അന്ന അമ്മയെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. ഈ അന്നയുടെ പേര് അന്ന സെബാസ്റ്റ്യൻ എന്നാണ്. തോറ്റു കൊടുക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. പപ്പ തന്ന ധൈര്യമല്ലേ എൻ്റെ കൂടെയുള്ളത്. മകളുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ സെബാസ്റ്റ്യൻ്റെ ഉള്ളിൽ അഭിമാനമാണ് തോന്നിയത്. അദ്ദേഹം അവളുടെ നെറ്റിയിൽ പതിയെ തലോടി. എങ്കിലും മോളെ സൂക്ഷിക്കണം, ജാഗ്രത എപ്പോഴും വേണം. കളി നിയമത്തോടും അധികാരത്തോടും ആണ്. എനിക്കറിയാം പപ്പ, നിങ്ങൾ ആരും പേടിക്കണ്ട. ആ ആദിത്യൻ്റെ കപടമുഖം ഞാൻ ഈ നാടിന് മുന്നിൽ വലിച്ചു കീറും, ഉറപ്പാ, അന്ന ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. അവിടെ ആ കൊച്ചു വീട്ടിൽ സ്നേഹമുള്ള ആ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോഴും അന്നയുടെ മനസ്സ് ആദിത്യനെ എങ്ങനെ കൊടുക്കണം എന്നുള്ള വഴികൾ ആലോചിക്കുകയായിരുന്നു. കള്ളനും അഴിമതിക്കാരനുമായ ആ പോലീസുകാരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് അവൾ ഒരു ചലഞ്ചായി തന്നെ ഏറ്റെടുത്തിരുന്നു. എന്നാൽ ആദിത്യൻ്റെ മറുവശം അവൻ തൻ്റെ അനിയത്തിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഏട്ടനാണെന്ന സത്യം അന്നക്കപ്പോഴും അജ്ഞമായിരുന്നു. അടുത്ത ദിവസം രാവിലെ മാളവിക കോളേജിലേക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ഒതുക്കി കെട്ടുമ്പോഴും അവളുടെ മുഖത്ത് പ്രണയം തുളുമ്പുന്നൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആദിത്യൻ ജീവനായി കൊണ്ടു നടന്ന തൻ്റെ അനിയത്തിക്കുട്ടിയുടെ മനസ്സിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു. അവൾ ഒരാളെ ജീവന് തുല്യം പ്രണയിക്കുന്നുണ്ട്. അവളുടെ കോളേജിലെ സീനിയറായ രാഹുലിനെ. മാളുവിനെ സംബന്ധിച്ച് രാഹുൽ അവളുടെ എല്ലാമായിരുന്നു. തൻ്റെ ഏട്ടൻ കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുരുഷൻ. ഇന്ന് വൈകുന്നേരം കോളേജ് കഴിഞ്ഞിട്ട് അവനെ കാണാമെന്ന് ഏറ്റിട്ടുണ്ട്. വീട്ടിൽ ഏട്ടനോട് ഈ കാര്യങ്ങൾ എങ്ങനെ തുറന്നു പറയും, ഏട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്നൊക്കെ ആലോചിച്ചപ്പോൾ മാളുവിൻ്റെ നെഞ്ചെടുപ്പ് കൂടി. പക്ഷെ രാഹുലിൻ്റെ സ്നേഹത്തിൽ അവൾക്ക് 100% ഉറപ്പായിരുന്നു. എങ്ങനെയെങ്കിലും ഏട്ടനെ കൊണ്ട് സംസാരിപ്പിച്ച് തങ്ങളുടെ വിവാഹത്തിന് സമ്മതിപ്പിക്കണം എന്നായിരുന്നു മാളുവിൻ്റെ ആഗ്രഹം. എന്നാൽ പാവം മാളൂട്ടി അറിഞ്ഞിരുന്നില്ല, താൻ ജീവനേക്കാൾ വിശ്വസിക്കുന്ന രാഹുലിന് പ്രണയം എന്നത് വെറുമൊരു കളിപ്പാട്ടം മാത്രമാണെന്ന്. അതേസമയം കോളേജിനടുത്തുള്ള ഒരു ലോക്കൽ കഫേയുടെ കോർണർ സീറ്റിലിരുന്ന് രാഹുലും അവൻ്റെ കൂട്ടുകാരൻ വിഷ്ണുവും പുക തുപ്പുകയായിരുന്നു. രാഹുലിൻ്റെ മുഖത്ത് വക്രത നിറഞ്ഞ ഒരു ചിരിയുണ്ടായിരുന്നു. രാഹുലെ, ആ മാളവികയുടെ കാര്യം എന്തായി? അവളിപ്പോഴും നിന്റെ പുറകെ തന്നെയാണോ? വിഷ്ണു സിഗരറ്റ് ചാരപാത്രത്തിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ, അവൾ എൻ്റെ ലൈനിൽ കൃത്യമായി വീണിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന പരുവത്തിലാണ് കക്ഷി, രാഹുൽ പുച്ഛത്തോടെ പറഞ്ഞു. അല്ല മച്ചാനെ, നീ ഒന്ന് സൂക്ഷിച്ചോ. അവൾ ആരുടെ അനിയത്തിയാണെന്ന് നിനക്കറിയാലോ. ഈ നാട്ടിലെ കട്ട ലോക്കൽ SI ആദിത്യൻ്റെ ഒരേ ഒരു അനിയത്തിയാ. അങ്ങനെ അറിഞ്ഞാൽ നിന്റെ തടിയോടെ ബാക്കി വെക്കില്ല, വിഷ്ണു ഭയത്തോടെ ഓർമ്മിപ്പിച്ചു. രാഹുൽ ഉറക്കി ചിരിച്ചു. ഹേയ്, ആ കാട്ടുപോത്ത് SIയോ? അവൻ നാട്ടുകാരോട് മാത്രമേ ആക്രോശിക്കൂ. ഈ കാര്യം മാളു ഒരിക്കലും അവളുടെ ഏട്ടനോട് പറയില്ല. കാരണം എന്നെ അത്രക്ക് ബ്ലൈൻഡായിട്ടാണ് അവൾ വിശ്വസിക്കുന്നത്. എനിക്ക് അവളൊന്ന് ഒതുക്കണം, അത്രയേ ഉള്ളൂ. കുറച്ച് നാൾ കളിപ്പിച്ച് നടന്നിട്ട് അങ്ങ് ഒഴിവാക്കും. അതിനപ്പുറം ഈ രാഹുലിന് അവളോട് ഒരു പ്രണയമില്ല. അപ്പോൾ കല്യാണോടാ? പിന്നെ ഒരു കല്യാണം, അവളൊക്കെ ആര് കെട്ടാൻ? അവളുടെ ഏട്ടൻ അഴിമതി നടത്തി ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ആഡംബരമായി ജീവിക്കുന്ന പെണ്ണല്ലേ. ജസ്റ്റ് ടൈം പാസ്, അത്രയേ ഉള്ളൂ. രാഹുലിൻ്റെ വാക്കുകളിൽ ക്രൂരത നിറഞ്ഞു നിന്നു. അവനെ ജീവനായി കണ്ട് തൻ്റെ ജീവിതം മുഴുവൻ അവനൊപ്പം ജീവിക്കാമെന്ന് സ്വപ്നം കാണുന്ന മാളുട്ടിക്ക് നേരെയാണ് അവൻ ഈ ചതിക്കണി ഒരുക്കുന്നത്. തൻ്റെ പ്രാണനായ അനിയത്തി ഒരു കൊടും ചതിയിലേക്ക് നടന്നു നീങ്ങുകയാണെന്ന സത്യം സ്റ്റേഷനിൽ ആദിത്യനും അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ 10 മണി. വന്മാര കേസിൻ്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഇല്ലാത്തതിനാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടായിരുന്നു. ഇതറിഞ്ഞ് രാവിലെ തന്നെ അന്നയും എബിയും ക്യാമറയുമായി വീണ്ടും പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി. സ്റ്റേഷൻ മുറ്റത്തേക്ക് ആദിത്യൻ്റെ ബുള്ളറ്റ് ഇരച്ചു കയറി വന്നു. വണ്ടി നിർത്തി ഹെൽമറ്റ് ഊരി മാറ്റുമ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്ന അന്നയെ കണ്ട് ആദിയുടെ മുഖം കറുത്തു ഇരുണ്ടു. നാശം, രാവിലെ തന്നെ മൂദേവി മുന്നിൽ വന്ന് നിൽക്കുന്നു. ആദിത്യനുള്ളാലെ പിറുപിറുത്തു. ആർക്കും മുഖം കൊടുക്കാതെ അവൻ സ്റ്റേഷൻ്റെ പടികൾ കയറാനാഞ്ഞു. പക്ഷെ അന്നെ വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. അവൾ പെട്ടെന്ന് ആദിത്യന് കുറുകെ വന്ന് മൈക്ക് നീട്ടി. സർ, വന്മാട കേസിൽ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പണം വാങ്ങിയെന്നുള്ള ആരോപണം ശക്തമാണ്. ഇതിന് SI ആദിത്യന് എന്താണ് പറയാനുള്ളത്? അന്നയുടെ ചോദ്യം കേട്ടതും ആദിത്യൻ ഒന്ന് നിന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. വഴിമാറി നിൽക്കടി അങ്ങോട്ട്, ആദിത്യൻ പല്ലെറിമിക്കൊണ്ട് പറഞ്ഞു. എന്തിനു വഴിമാറണം സാർ? ജനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങളുടെ ഈ ധാർഷ്ട്യം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആ കേസ് ഒതുക്കാൻ നിങ്ങൾ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന്. ഒരു പോലീസുകാരൻ്റെ യൂണിഫോം ഇട്ട് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ സാർ?
അന്ന വിട്ടുകൊടുക്കാതെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ എറിഞ്ഞു. അന്നയുടെ ചുണ്ടിലെ ആ പരിഹാസ ചിരിയും നാണമില്ല എന്ന ചോദ്യവും ആദിത്യൻ്റെ സകല നിയന്ത്രണങ്ങളും തെറ്റിച്ചു. കുറെ നാളായി ഇവൾ തൻ്റെ പുറകെ നടന്ന് ചോര കുടിക്കുന്നു എന്ന ചിന്ത അവൻ്റെ തലച്ചോറിലേക്ക് ഇരച്ചു കയറി. ഡീ ഒരലർച്ചയോടെ ആദിത്യം മുന്നോട്ടാഞ്ഞു. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കും മുമ്പ് തന്നെ അന്നയുടെ കയ്യിലിരുന്ന ചാനലിൻ്റെ ലോഗോ വെച്ച മൈക്ക് അവൻ ഒറ്റ വലിക്ക് പിടിച്ചു വാങ്ങി. എന്നിട്ട് സർവ്വശക്തിയുമെടുത്ത് അത് സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് വലിച്ചിട്ടു. അയ്യോ, എൻ്റെ ക്യാമറ! ഇത് കണ്ട് പേടിച്ചു കുറച്ച് എബി ക്യാമറയും താഴ്ത്തി 2 ചുവട് പുറകോട്ട് മാറി. സ്റ്റേഷൻ്റെ ഉമ്മറത്ത് നിന്നിരുന്ന കോൺസ്റ്റബിൾ അശോകനും സെബാസ്റ്റ്യനും ഭയത്തോടെ പരസ്പരം നോക്കി. ആദിത്യൻ്റെ ഈ കലിപ്പ് കണ്ടാൽ ഇപ്പോൾ ആരെങ്കിലും കൊല വിളിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. മൈക്ക് തറയിലിട്ട് ചവിട്ടി പൊട്ടിച്ചിട്ടും ആദിയുടെ ദേഷ്യം മാറിയില്ല. അവൻ പെട്ടെന്ന് മുന്നോട്ടഞ്ഞി അന്നയുടെ നേർക്ക് വിരൽ ചൂണ്ടി. അന്നയുടെ കവിളിലേക്ക് അവൻ്റെ കടുപ്പമേറിയ വിരലുകൾ ആഴ്ന്നിറങ്ങി. അവളുടെ കവിളിൽ അവൻ കുത്തിപ്പിടിച്ചു. ആ കടുത്ത ബലത്തിൽ അന്നയുടെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞു. അവളുടെ കവിളിലെ ചർമ്മം അവൻ്റെ വിരലുകൾക്കിടയിൽ അമർന്നുപോയി. എന്നെ പഠിപ്പിക്കാൻ മാത്രം ആയോടി നീ? ആദിത്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആക്രോശിച്ചു. അവൻ്റെ കണ്ണുകളിൽ വന്യമായ ഭാവമായിരുന്നു. കുറേ നാളായി ഞാൻ നിന്നെ സഹിക്കുന്നു. ഒരു പെണ്ണായതുകൊണ്ട് മാത്രം വിട്ടുകളയുന്നതാ. പക്ഷെ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നാ ഈ യൂണിഫോമിൻ്റെ വിലയൊന്നും ഞാൻ നോക്കില്ല. ഇനി മേലാൽ നീ എൻ്റെ വഴിയെ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല. ഈ കാണിച്ച ക്രൂരതയൊന്നും ആയിരിക്കില്ല അപ്പോൾ ഞാൻ ചെയ്യുക. മനസ്സിലായിടി നിനക്ക്? അവൻ്റെ വിരലുകൾ അവളുടെ കവിളിൽ കൂടുതൽ ആഴ്ന്നു. ആ വേദനയിലും അന്നയുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, പകരം കത്തുന്ന പ്രതികാരമായിരുന്നു നിറഞ്ഞത്. അവൾ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ആദിത്യൻ്റെ കൈ തട്ടിമാറ്റി. 2 ചുവട് പുറകോട്ട് മാറി നിന്ന് ചുവന്ന് തടിച്ച തൻ്റെ കവിളിൽ കൈവച്ച് അവൾ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. എന്നെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട സാറേ. അന്നയുടെ ശബ്ദം വേദന കൊണ്ടൊന്ന് വിറച്ചെങ്കിലും അതിലൊരിഞ്ച് പോലും വാശി കുറഞ്ഞിരുന്നില്ല. ഈ അന്നയുടെ കയ്യിൽ നിന്നും മൈക്ക് തട്ടിപ്പറിക്കാം, ചവിട്ടി പൊട്ടിക്കാം, പക്ഷേ എൻ്റെ ഉള്ളിലെ സത്യത്തെ തല്ലിക്കെടുത്താൻ തനിക്കാവില്ല. അവൾ ആദിത്യൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മുന്നോട്ട് വന്നു. താൻ ഈ കാണിച്ച ഗുണ്ടായിസത്തിന് ഞാൻ കേസ് കൊടുക്കും. അതുമാത്രമല്ല, ആ വന്മാറ കേസിൻ്റെ സത്യം ഞാൻ ഈ നാട്ടുകാരുടെ മുന്നിൽ തെളിയിക്കുക തന്നെ ചെയ്യും. ആ കേസ് ഒതുക്കാൻ താൻ എത്ര ലക്ഷം വാങ്ങിയെന്നുള്ള തൻ്റെ പങ്കും ഞാൻ തെളിയിക്കും. അഴിമതിക്കാരനായ തന്നെ ഈ സ്റ്റേഷൻ്റെ പടികളിറക്കി ജയിലിൽ അടച്ചിട്ട് ഞാൻ അടങ്ങൂ. ഇത് അന്ന സെബാസ്റ്റ്യൻ്റെ വെല്ലുവിളിയാണ്. അന്നയുടെ ആ കത്തുന്ന വാശിക്ക് മുന്നിൽ ആദിത്യനൊന്ന് തരിച്ചു നിന്നു. സാധാരണ ആണുങ്ങൾ പോലും അവൻ്റെ നോട്ടം കണ്ടാൽ പേടിച്ചു വിറക്കാറുള്ളതാണ്. എന്നാൽ ഈ പെണ്ണ് കവിളിൽ കുത്തിപ്പിടിച്ചിട്ടും മൈക്കടിച്ചു പൊട്ടിച്ചിട്ടും ഒരിത്തിരി പോലും ഭയമില്ലാതെ തൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നു. ഹാ നോക്കടി, നിനക്ക് തെളിയിക്കാൻ പറ്റുന്നത് നീ അങ്ങ് തെളിയിക്ക്. ഈ ആദിത്യനെ പൂട്ടാൻ നീ എന്നല്ല നിൻ്റെ ഒപ്പം വന്നാലും നടക്കില്ല. ഇറങ്ങിപ്പോടി. ആദിത്യൻ മുരണ്ടു. ഞാൻ പോവും സാറേ, പക്ഷെ തിരിച്ചു വരുന്നത് തൻ്റെ കയ്യിൽ വിലങ്ങുമായിട്ടായിരിക്കും, ഓർത്തു വെച്ചോ. അന്ന അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. എബി വാടാ. അവൾ നിലത്ത് കിടന്ന മൈക്കിൻ്റെ തകർന്ന കഷ്ണങ്ങൾ പോലും നോക്കാതെ വേഗത്തിൽ നടന്നു. ഭയന്ന് വിറച്ച എബി അവളുടെ പുറകെ ഓടി. അവർ ഗേറ്റ് കടന്നു പോകുന്നത് വരെ ആദ്യത്തെ മുഷ്ടി ചുരുട്ടി അവിടുത്തെ തൂണിലടിച്ചു. അവൻ്റെ നെറ്റിയിലെ ഞരമ്പുകൾ ദേഷ്യം കൊണ്ട് തടിച്ചു വീർത്തിരുന്നു. സാർ, അവൾ അത് ചാനലിൽ വലിയ വാർത്തയാക്കും. പോലീസിൻ്റെ ഗുണ്ടായിസെന്ന് പറഞ്ഞ് നാളെ ട്രോളും വരും. കോൺസ്റ്റബിൾ അശോകൻ പതുക്കെ വന്ന് പറഞ്ഞു. അവൾ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ഈ ആദിത്യനെ തോൽപ്പിക്കാൻ ഒരു നീർക്കോലി പെണ്ണിനും കഴിയില്ല. ആദിത്യൻ ദേഷ്യത്തോടെ സ്റ്റേഷനിലേക്ക് കയറിപ്പോയി. 2 പേരുടെയും ഉള്ളിൽ വാശിയും പ്രതികാരവും കത്തുകയായിരുന്നു. അന്നക്ക് ആദിത്യനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആദിത്യന് അവളെ ഒരു പാഠം പഠിപ്പിക്കണം. എന്നാൽ അവരുടെ ഈ വാശിക്കിടയിൽ രാഹുൽ എന്ന ചതിയൻ ഒരുക്കുന്ന കെണിയിൽ വീഴാൻ പോകുന്ന മാളൂട്ടിയുടെ ജീവിതം എന്താകുമെന്ന് വരും ദിവസങ്ങളിലെ വലിയൊരു ചോദ്യചിഹ്നമായി മാറി. സ്റ്റേഷൻ മുറ്റത്തെ ആ വലിയ വെല്ലുവിളിക്ക് ശേഷം അന്ന തൻ്റെ വാക്കുകൾ വെറും പാഴ്വാക്കുകളല്ല എന്ന് തെളിയിക്കാൻ ഉറച്ചു തന്നെയായിരുന്നു. അവിടെ വെച്ച് അന്നയും എബിയും ചേർന്ന് പന്മാറ കേസിൻ്റെ ഇതുവരെയുള്ള ഡയറി ഫയലുകൾ മേശപ്പുറത്തേക്ക് നിരത്തി. കേസ് ഒതുക്കാൻ ആദിത്യൻ നടത്തിയ ഇടപെടലുകൾ, പ്രതികളുടെ ഫോൺ ലൊക്കേഷൻ സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിട്ടും അറസ്റ്റ് വൈകിപ്പിച്ചത്, അഴിമതി പണം കൈമാറിയെന്ന് സംശയിക്കുന്ന ചില ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി അന്ന തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി. അവൾ ആദിത്യനെ പൂട്ടാനുള്ള ഓരോ നീക്കങ്ങളും അതീവ രഹസ്യമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതേസമയം നഗരത്തിൻ്റെ മറ്റൊരു കോണിൽ മാളൂട്ടിയെ വീഴ്ത്താനുള്ള അവസാന കെണിയും രാഹുൽ ഒരുക്കി കഴിഞ്ഞിരുന്നു. ഫോണിൽ മാളുവിൻ്റെ പേര് തെളിഞ്ഞപ്പോൾ രാഹുൽ വിഷ്ണുവിനെ നോക്കി വക്രമായി ഒന്ന് ചിരിച്ചു. ഹലോ മാൾട്ടി, നീ എവിടെ എത്തി? ഞാൻ പറഞ്ഞ കസിൻ്റെ ഒഴിഞ്ഞ വീടിൻ്റെ അടുത്തേക്ക് എത്തിയോ?
നിനക്ക് പഠിക്കാനുള്ള റെഫറൻസ് ബുക്കുകളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നീ ഒന്ന് വേഗം വാ, രാഹുൽ ശബ്ദത്തിൽ പ്രണയഭാവത്തോടെ പറഞ്ഞു. ദാ എത്തി രാഹുലെ, ഞാൻ ഗേറ്റ് കടക്കുകയാ. ഒട്ടും സംശയം തോന്നാതെ മാളു മറുപടി നൽകി. ഫോൺ കട്ട് ചെയ്ത് മിനിറ്റുകൾക്കകം മാളു ആ വിജനമായ വീടിൻ്റെ ഹാളിലേക്ക് കയറി വന്നു. ചുറ്റും നോക്കി അവൾക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നി. ഹാളിലെ മേശപ്പുറത്ത് മദ്യക്കുപ്പികളും സിഗരറ്റ് പാക്കറ്റുകളും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. രാഹുൽ, എവിടെയാ നീ? മാളു വിളിച്ചു ചോദിച്ചു. അപ്പോഴേക്കും വാതിൽക്കൽ ഒരു നിഴൽ വന്ന് നിന്നു. നോക്കുമ്പോൾ രാഹുലിൻ്റെ കൂട്ടുകാരൻ വിഷ്ണുവാണ്. അവൻ വാതിൽ അകത്ത് നിന്ന് ലോക്ക് ചെയ്ത് കീ പോക്കറ്റിലിട്ടു. മാളുവിൻ്റെ നെഞ്ചിടിച്ചു. വിഷ്ണു, എന്താ ഇത്? രാഹുൽ എവിടെ? രാഹുൽ അകത്തുണ്ട് മോളെ, അവൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ കയറിയതാ. വിഷ്ണു അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. അവൻ്റെ കണ്ണുകളിൽ കാമം തിളക്കുന്നുണ്ടായിരുന്നു. അതുവരെ നമുക്ക് കുറച്ചൊന്ന് സംസാരിച്ചിരിക്കാം. മാറി നിൽക്കങ്ങോട്ട്. മാളു ഭയത്തെ ദേഷ്യം കൊണ്ട് മറക്കാൻ ശ്രമിച്ച് പുറകോട്ട് മാറി. അപ്പോഴേക്കും ബാത്റൂമിൽ നിന്നും രാഹുൽ ഇറങ്ങി വന്നു. അവൻ്റെ കയ്യിൽ ബുക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. മുഖത്തൊരു പൈശാചിക ചിരി മാത്രം. രാഹുൽ, എന്താ ഇതൊക്കെ? എനിക്ക് പേടിയാവുന്നു. വാ, നമുക്ക് പോവാം. മാളു അവൻ്റെ കയ്യിൽ പിടിക്കാൻ ആഞ്ഞു. എന്നാൽ രാഹുൽ അവളുടെ കൈ ക്രൂരമായി തട്ടിമാറ്റി. പോകാനോ? അതെങ്ങനെ മോളെ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ നിന്നെ ഈ ഗുഹയിലേക്കൊന്ന് എത്തിച്ചത്. എന്നിട്ട് നിന്നെ വെറുതെ വിടാനോ? മാളു തകർന്നു പോയി. തൻ്റെ പ്രാണനായ രാഹുലിൻ്റെ ഈ ഭാവം അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കണ്ണീരോടെ അവൾ ചൂരിയിലേക്ക് ഒതുങ്ങി. നീ എന്നെ തൊട്ടാ എൻ്റെ ഏട്ടൻ നിന്നെ കൊല്ലും, മാളു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ടതും വിഷ്ണു ഉറക്കെ പരിഹസിച്ച് ചിരിച്ചു. ഏട്ടൻ കൊല്ലുമോ? നീ വെറും ഒരു പെണ്ണാടി. നിന്നെക്കൊണ്ട് വിഷ്ണുവിൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല. നിൻ്റെ ഏട്ടൻ അറിയുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും. നീ കൂടുതൽ സീനാക്കാതെ ഞങ്ങൾക്ക് സഹകരിച്ചതാ. വിഷ്ണു പരിഹാസത്തോടെ മാളവികയുടെ നേർക്ക് കൈനീട്ടി. അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന ഭാവത്തിൽ അവൻ മാളുവിൻ്റെ തോളിൽ പിടിക്കാനാഞ്ഞു. പെട്ടെന്നാണ് ആ വീടിൻ്റെ മുൻവശത്തെ ജനൽ ചില്ലുകൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ട് ഒരാൾ ഹാളിലേക്ക് പാഞ്ഞു വന്നത്. തകർന്നു തെറിച്ച ചില്ലുകൾക്കിടയിലൂടെ ആ പൊടിപടലങ്ങൾക്കിടയിൽ നിന്നും ഒരു പെൺരൂപം എഴുന്നേറ്റ് നിന്നു. കയ്യിലെ കറുത്ത ജാക്കറ്റ് കുടഞ്ഞു കളഞ്ഞ് മുഖത്തേക്ക് വീണ മുടിയിഴകൾ പുറകോട്ടൊതുക്കി അവൾ നിവർന്നു നിന്നു. അന്ന സെബാസ്റ്റ്യൻ. ഏതാടി നീ? പെട്ടെന്നുള്ള അന്നയുടെ എൻട്രി കണ്ട് ഞെട്ടിയ രാഹുൽ അലറി. വിഷ്ണു പരിഹാസത്തോടെ മുന്നോട്ട് വന്നു. ഓ, മാളവികക്ക് പകരം വേറൊരു ചരക്ക് വന്നിരിക്കുന്നു. പെണ്ണുങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങോട്ട് വലിഞ്ഞു കയറുകയാണല്ലോ. എന്തായാലും നന്നായി, നമുക്ക് വേണ്ടതൊക്കെ ഇവളെ വെച്ചും ചെയ്യാം. വിഷ്ണു പരിഹാസത്തോടെ അന്നയുടെ നേർക്ക് കൈനീട്ടി. അവൾ വെറും ഒരു പെണ്ണല്ലേ എന്നൊരു ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത്. പെണ്ണെന്ന് കേട്ടപ്പോൾ നിൻ്റെയൊക്കെ വിചാരം എന്താ പട്ടികളെ? അന്നയുടെ കണ്ണുകളിൽ തീപാറി. ചെറുപ്പം മുതൽ കളരിയും കരാട്ടയും നെഞ്ചോട് ചേർത്ത് പഠിച്ച അന്ന സെബാസ്റ്റ്യൻ്റെ യഥാർത്ഥ ഭാവം മാറുകയായിരുന്നു അവിടെ. അടുത്ത നിമിഷം ഹാൾ മുറിയിൽ കേട്ടത് വിഷ്ണുവിൻ്റെ ഒരു അലർച്ചയായിരുന്നു. അന്ന തൻ്റെ ഇടത് കൈകൊണ്ട് വിഷ്ണുവിൻ്റെ നീണ്ടുവന്ന കൈത്തണ്ടയിൽ ഒരൊറ്റ തിരിപ്പ്. എന്നിട്ട് സർവ്വശക്തിയുമെടുത്ത് അവളുടെ വലതുകാൽ വിഷ്ണുവിൻ്റെ നെഞ്ചും കൂടി ലക്ഷ്യമാക്കി പാഞ്ഞു കയറി. ഒരു ഒന്നൊന്നര ചവിട്ടായിരുന്നു അത്. ചുവരിലേക്ക് തെറിച്ചു വീണ വിഷ്ണു നെഞ്ചും തടവി താഴേക്ക് ഇരുന്നു പോയി. അവൻ്റെ വായയിൽ നിന്നും ചോര പൊടിഞ്ഞു. ഇത് കണ്ട് രാഹുൽ ഞെട്ടിത്തെറിച്ച് നിന്നു. അവൻ പെട്ടെന്ന് അന്നയുടെ നേർക്കാഞ്ഞു. എന്നാൽ അന്ന ഒട്ടും പതറിയില്ല. അവനിൽ നിന്നും ഒരു മെയ്വഴക്കത്തോടെ അവൾ ഒഴിഞ്ഞു മാറി. അടുത്ത സെക്കൻഡിൽ അവളുടെ കൈമുട്ട് രാഹുലിൻ്റെ താടിയിൽ തകർത്തുകൊണ്ട് കയറിപ്പോയി. രാഹുൽ തല കറങ്ങി മേശപ്പുറത്തേക്ക് വീണു. മേശയിലിരുന്ന മദ്യക്കുപ്പികൾ തറയിൽ വീണ് പൊട്ടിച്ചിതറി. വിഷ്ണു വീണ്ടും എഴുന്നേൽക്കാൻ നോക്കിയതും അന്ന അവിടെ കിടന്നൊരു തടിയുടെ കഷ്ണമെടുത്ത് അവൻ്റെ കാൽമുട്ടിന് ഒരൊറ്റടി വെച്ചു കൊടുത്തു. എൻ്റെ കാല്! വിഷ്ണു നിലവിളിച്ചുകൊണ്ട് തറയിൽ കിടന്നുരുണ്ട്. അപ്പോഴേക്കും രാഹുൽ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വാതിൽ തുറന്ന് ഓടാൻ നോക്കി. പുറകെ പാഞ്ഞ അന്ന അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് തിരിച്ചു നിർത്തി അവളുടെ കടുപ്പമേറിയ കൈപ്പത്തി കൊണ്ട് അവൻ്റെ കവിളിൽ മാറി മാറി അടിച്ചു. ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കൈവെക്കാൻ നോക്കുന്നോടാ നോറികളെ! ഓരോ അടിക്കും അവൾ ചോദിച്ചുകൊണ്ടിരുന്നു. രാഹുലിൻ്റെ 2 കവിളും ചുവന്ന് തടിച്ചു. അവൾ അവനെ നിലത്തേക്ക് തള്ളിയിട്ടു. രണ്ടുപേരും തറയിൽ കിടന്ന് വേദന കൊണ്ട് പുളയുന്നത് കണ്ട് അന്ന അവരെ അറപ്പോടെ നോക്കി. വിഷ്ണുവിൻ്റെ പോക്കറ്റിൽ നിന്നും വാതിലിൻ്റെ കീ അവൾ ബലമായി തട്ടിയെടുത്ത് വാതിൽ പൂർണ്ണമായും തുറന്നു. പേടിച്ചു കിടച്ചു നിന്ന മാളൂട്ടിയുടെ അരികിലേക്ക് അന്ന നടന്നു വന്നു. അവളുടെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. പേടിക്കണ്ട മോളെ, നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. വാ, നമുക്കിവിടെ നിന്ന് പോവാം. തൻ്റെ ഏട്ടൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അന്നയാണ് തന്നെ ഈ കൊടും ചതിയിൽ നിന്നും രക്ഷിച്ചതെന്ന സത്യം മാളൂട്ടിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല.
അന്ന മാളുവിനെയും കൂട്ടി ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നു. 2 ചെറുപ്പക്കാർ സ്ത്രീകളെ മയക്കുമരുന്ന് കൊടുത്ത് ഉപയോഗിക്കുന്നു എന്നൊരു സന്ദേശം കിട്ടി അത് അന്വേഷിക്കാൻ വന്നപ്പോഴാണ് അന്ന മാളുവിനെ ഈ അവസ്ഥയിൽ കാണുന്നത്. പക്ഷെ അന്നക്ക് അവൾ ആദിയുടെ പെങ്ങളാണെന്ന വിവരം മാത്രം അറിയില്ലായിരുന്നു. അന്നയുടെ സ്കൂട്ടറിന് പിന്നിലിരിക്കുമ്പോൾ മാളൂട്ടിയുടെ ശരീരം അപ്പോഴും ഭയം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ച രാഹുൽ ഒരുക്കിയ ചതിക്കുഴിയും അതിൽ നിന്നും തങ്ങളെ രക്ഷിച്ച ഈ ചേച്ചിയും എല്ലാം മാളുവിന് ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. റോഡിലെ തണുത്ത കാറ്റേറ്റിട്ടും മാളുവിൻ്റെ ഉള്ളിലെ തീ അടങ്ങിയിരുന്നില്ല. അവൾ അന്നയുടെ തോളിൽ മുഖം അമർത്തി പതുക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. മോളെ, പേടിക്കണ്ട, നീ ഇപ്പോൾ സുരക്ഷിതയാണ്. നിന്റെ വീട് എവിടെയാ? സ്കൂട്ടർ ഓടിക്കുന്നതിനിടയിൽ അന്ന ദയോടെ ചോദിച്ചു. മാളു വിറക്കുന്ന ശബ്ദത്തിൽ തൻ്റെ വീടിൻ്റെ വഴി പറഞ്ഞു കൊടുത്തു. സ്കൂട്ടർ ആ വലിയ വീടിൻ്റെ ഗേറ്റിന് മുന്നിലെത്തി നിന്നു. മാളു പതിയെ സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി. അവളുടെ വസ്ത്രങ്ങളൊക്കെ അല്പം അലങ്കോലപ്പെട്ടിരുന്നു. കണ്ണുകൾ കരഞ്ഞു ചുവന്നിരുന്നു. തനിച്ചു പോകാൻ പറ്റുമോ മോളെ? ഞാൻ കൂടെ വരണോ ഉള്ളിലേക്ക്? അന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. വേണ്ട ചേച്ചി, മാളു പൂർത്തിയാക്കും മുമ്പേ ആ വീടിൻ്റെ ഉമ്മറത്തിൽ നിന്നും ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടു. ഗേറ്റിന് മുന്നിൽ ഒരു സ്കൂട്ടർ വന്ന് നിൽക്കുന്നതും അതിൽ നിന്നും തൻ്റെ മാളൂട്ടി ഇറങ്ങുന്നതും കണ്ട് ആദിത്യൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു വരികയായിരുന്നു. പക്ഷേ ഗേറ്റിനടുത്തേക്ക് എത്തിയ ആദിത്യൻ്റെ കാലുകൾ പെട്ടെന്ന് തറഞ്ഞു നിന്നു. അവിടെ നിൽക്കുന്നത് ആരാണെന്ന് കണ്ടതും അവൻ്റെ കണ്ണുകൾ അവിശ്വാസത്തോടെ വിടർന്നു. അന്ന സെബാസ്റ്റ്യൻ. എസ് ഐ കണ്ടതും അന്നയുടെ പുരികങ്ങളൊന്ന് ചുളിഞ്ഞു. താൻ എന്താ ഇവിടെ? ആദിത്യൻ പല്ലിറമ്മിക്കൊണ്ട് അന്നയ്ക്ക് നേരെ ആഞ്ഞു. എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നിനക്ക് എന്ത് ധൈര്യം വേണം? ആദിത്യൻ്റെ ആ ചോദ്യം കേട്ടതും അന്ന ഒരു നിമിഷം സ്തബ്ധയായി. അവൾ മാളുവിനെയും ആദിത്യനെയും മാറി മാറി നോക്കി. എൻ്റെ വീടോ? അന്നയുടെ തലച്ചോറിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. അപ്പോൾ താനിപ്പോൾ ആ കാമഭ്രാന്തന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നത് ഈ നാട്ടിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനും ഗുണ്ടയുമായ എസ് ഐ ആദിത്യൻ്റെ സ്വന്തം അനിയത്തിയാണ്. അന്നയുടെ മുഖത്ത് പെട്ടെന്നൊരു വല്ലാത്തൊരു പുച്ഛം വന്ന് നിറഞ്ഞു. ആദിത്യൻ്റെ ക്രൂരതക്കും അഴിമതിക്കും ദൈവം കൊടുത്തൊരു തിരിച്ചടിയായിട്ടാണ് അവൾക്കത് തോന്നിയത്. അവൾ ആദ്യം നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. ഓ, അപ്പോൾ ഇതാണോ തട്ടകം? അന്നയുടെ ശബ്ദത്തിൽ മൂർച്ചയുണ്ടായിരുന്നു. താൻ ഇവിടെ കിടന്ന് അലറണ്ട ഇൻസ്പെക്ടറെ, തനിക്കുള്ളത് ഞാൻ നാളെ തരുന്നുണ്ട്. അത്രയും പറഞ്ഞ് അന്ന ആദിത്യനെ ഒന്നും മുഖം പോലും കൊടുക്കാതെ തിരിഞ്ഞു നടന്നു. അവൾ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഒറ്റ പോക്ക് പോയി. അന്ന പോയതും ആദിത്യൻ ദേഷ്യത്തോടെ മാളുവിന് നേരെ തിരിഞ്ഞു. ഡീ, അവൾ എന്തിനാ നിൻ്റെ കൂടെ വന്നത്? നീ എവിടുന്ന് വരിക ഈ സമയത്ത്? നിൻ്റെ കണ്ണൊക്കെ എന്താ ചുവന്നിരിക്കുന്നത്? ഏട്ടൻ്റെ ചോദ്യങ്ങൾ കേട്ടതും മാളുവിൻ്റെ ഉള്ളിൽ അണക്കെട്ട് തകർന്നു. അവൾ ഓടി വന്ന് ആദിത്യൻ്റെ നെഞ്ചിലേക്ക് വീണ് ഉറക്കെ കരഞ്ഞു. ഏട്ടാ! അവൾ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് വിങ്ങി വിങ്ങി കരഞ്ഞു. ആദിത്യൻ ഭയന്നുപോയി. തൻ്റെ ജീവനായ അനിയത്തി ഇങ്ങനെ തകർന്നു കരയുന്നത് അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്താ പറ്റി എൻ്റെ മോൾക്ക്? ആരെങ്കിലും തന്നെ വിഷമിപ്പിച്ചോ? നീ പറ മോളെ. മാളു കരച്ചിലിനിടയിലൂടെ എല്ലാ കാര്യവും പറഞ്ഞു നിർത്തി. കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ ആദിത്യൻ തരിച്ചു നിന്നുപോയി. താൻ ഏതൊരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കി നിന്ന് ഞാൻ വെച്ചേക്കില്ല എന്ന് ആക്രോശിച്ചോ? താൻ ഏതൊരു പെണ്ണിൻ്റെ കവളിൽ കുത്തിപ്പിടിച്ച് വേദനിപ്പിച്ചോ? അവൾ തന്നെയാണ് ഇന്ന് തൻ്റെ ജീവനായ അനിയത്തിയുടെ മാനം കാത്തത്. താൻ സമ്പാദിച്ച കൈക്കൂലി പണമോ തൻ്റെ പോലീസിൻ്റെ അധികാരമോ അലർച്ചയോ ഒന്നുമിന്ന് മാളൂട്ടിയെ രക്ഷിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ആദിത്യൻ്റെ കൈകൾ താഴേക്ക് തളർന്നു വീണു. അവൻ്റെ ഉള്ളിൽ ഒരു വലിയ അഗ്നിപർവ്വതം പുകയാൻ തുടങ്ങി. ഒരു വശത്ത് രാഹുലിനോടും വിഷ്ണുവിനോടുമുള്ള കൊലവിളി, മറുവശത്ത് അന്നയോടുള്ള കടുത്ത കുറ്റബോധം. അവൻ മാളുവിനെ പതുക്കെ അകത്തേക്ക് കൂട്ടിയിരുത്തി. അവൾക്ക് കുടിക്കാൻ വെള്ളം നൽകി. നെറ്റിയിൽ തലോടി ആശ്വസിപ്പിച്ചു. അവൾ ഉറങ്ങുന്നത് വരെ അവൻ അവളുടെ അരികിൽ തന്നെ ഇരുന്നു. പക്ഷെ ആദിത്യന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജനലിലൂടെ പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണീർ പതുക്കെ ഒലിച്ചിറങ്ങി. ഞാൻ തോറ്റുപോയി, അവൻ സ്വയം പിറുപിറുത്തു. പിറ്റേന്ന് രാവിലെ അന്ന തൻ്റെ ഓഫീസിലിരുന്ന് വന്മാറ കേസിൻ്റെ ഫയലുകൾ വീണ്ടും പരിശോധിക്കുകയായിരുന്നു. വിഷ്ണുവിനും രാഹുലിനുമെതിരെ മാളുവിനെ വെച്ച് കേസ് ഫയൽ ചെയ്യാനുള്ള നീക്കങ്ങളും അവൾ നടത്തിയിരുന്നു. എബി ക്യാമറയും റെഡിയാക്കി അരികിൽ നിൽപ്പുണ്ട്. പെട്ടെന്നാണ് ഓഫീസിൻ്റെ വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നത്. നോക്കുമ്പോൾ യൂണിഫോം ധരിക്കാതെ സാധാരണ ഒരു മുണ്ടും ഷർട്ടും ഇട്ട് വന്നിരിക്കുകയാണ് ആദിത്യൻ. അവൻ്റെ മുഖത്തെ ആ പഴയ അഹങ്കാരവും ധാർഷ്ട്യവും എല്ലാം എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു. കണ്ണുകളിൽ ഒരു വല്ലാത്ത തളർച്ചയുണ്ടായിരുന്നു. അവനെ കണ്ടതും എബി ഭയന്ന് പുറകോട്ട് മാറി. എന്നാൽ അന്ന കസേരയിൽ നിവർന്നിരുന്നു. എന്താ സാറേ, വീണ്ടും ഗുണ്ടായിസം കാണിക്കാൻ ഇറങ്ങിയതാണോ? ലൊക്കേഷൻ മാറിപ്പോയി കേട്ടോ, ഇത് ചാനൽ ഓഫീസാണ്, അന്ന പരിഹാസത്തോടെ പറഞ്ഞു. ആദിത്യൻ ഒന്നും മിണ്ടിയില്ല. അവൻ സാവധാനം അവളുടെ മേശക്കരികിലേക്ക് നടന്നു വന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ ഫയൽ അവൻ മേശപ്പുറത്തേക്ക് വെച്ചു. ഇത് ആദിത്യൻ പതുക്കെ പറഞ്ഞു.
ഇത് വന്മാറ കേസിൻ്റെ ഒറിജിനൽ ഡയറിയും അതിൻ്റെ പിന്നിൽ കളിച്ച രാഷ്ട്രീയക്കാരുടെ വിവരങ്ങളും ഞാൻ അവരിൽ നിന്നും വാങ്ങിയ കൈക്കൂലി പണത്തിൻ്റെ കൃത്യമായ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുമാണ്. അന്ന അത്ഭുതത്തോടെ ആ ഫയലിലേക്കും ആദിത്യൻ്റെ മുഖത്തേക്കും നോക്കി. അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ എന്തേ കാണിക്കുന്നത്? തനിക്കെതിരെയുള്ള തെളിവുകൾ തന്നെയാണോ തനി എനിക്ക് എടുത്തു തരുന്നത്? അന്ന ചോദിച്ചു. അതെ. ആദിത്യൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. അവൻ അവളുടെ മുന്നിലുള്ള കസേരയിൽ പതുക്കിയിരുന്നു. അവൻ്റെ തല താഴ്ന്നിരുന്നു. ഇന്നലെ നീ രക്ഷിച്ചത് എൻ്റെ മാൾട്ടിയാണ്. എൻ്റെ ജീവനാണ് അവൾ. അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഈ ആദിത്യൻ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. നീ എനിക്ക് തന്നത് എൻ്റെ അനിയത്തിയുടെ ജീവിതം മാത്രമല്ല, എൻ്റെ ശ്വാസം കൂടിയാണ്. ആദിത്യൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അന്ന അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. അതിന് പകരമായിട്ടാണോ ഇത്? അന്ന ചോദിച്ചു. പകരം വെക്കാൻ ഈ ലോകത്ത് ഒന്നിനും കഴിയില്ല അന്നെ. ആദിത്യൻ ആദ്യമായി അവളെ പേരെടുത്ത് വിളിച്ചു. പക്ഷേ എനിക്ക് നിന്നോട് വലിയ കുറ്റബോധമുണ്ട്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. ഈ ഫയലുകൾ വെച്ച് നീ വാർത്ത ചെയ്തോ. ഈ ആദിത്യൻ ചെയ്ത എല്ലാ അഴിമതികളും ഞാൻ കോടതിയിൽ ഏറ്റെടുത്തോളാം. അന്ന കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഫയലുകൾ മറിച്ചു നോക്കുമ്പോൾ അതിൽ ആദിത്യൻ്റെ കരിയർ തന്നെ തകർക്കാൻ പോകുന്ന തെളിവുകൾ ഉണ്ടായിരുന്നു. എനിക്കൊരു കാര്യം അറിയണം ആദിത്യൻ സാറേ, അന്ന ഫയൽ അടച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. എന്തിനാ താൻ ഇങ്ങനെ ഒരു അഴിമതിക്കാരനായി ജീവിച്ചത്? ഇത്രയും ക്രൂരനാവാൻ തനിക്ക് എങ്ങനെ കഴിഞ്ഞു? ആദിത്യൻ പതുക്കെ തലയുയർത്തി. അവൻ്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ തൻ്റെ ഭൂതകാലത്തിലേക്ക് ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ഞാൻ വെറും ഒരു 10ാം ക്ലാസ്സുകാരനായിരുന്നു. എൻ്റെ കൂടെ അന്ന് 5 വയസ്സുള്ള എൻ്റെ അനിയത്തിക്കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദിയുടെ വാക്കുകൾ പഴയ കാലത്തിൻ്റെ വേദന നിറഞ്ഞു. കുറേ പട്ടിണി കിടന്നിട്ടുണ്ട് അന്നെ. ചോറില്ലാതെ, കുടിക്കാൻ ഒരു തുള്ളി കഞ്ഞിവെള്ളമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും ആ വലിയ വീടിൻ്റെ തിണ്ണയിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. വിശന്നിട്ട് എൻ്റെ അനിയത്തി കരയുമ്പോൾ നാട്ടുകാരുടെ മുന്നിൽ ചെന്ന് ഞാൻ കൈ നീട്ടിയിട്ടുണ്ട്. ചോദിക്കുമ്പോൾ പലരും എന്നെ ആട്ടി ഓടിച്ചിട്ടേ ഉള്ളൂ. വിശക്കുന്നുണ്ടോ എൻ്റെ മക്കളെ എന്ന് ആരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നില്ല. അന്നയുടെ ഉള്ളിൽ എവിടെയോ ഒരു നൊമ്പരം ഉണർന്നു. അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ വാക്കുകൾ കേട്ടിരുന്നു. അന്ന് ആ പട്ടിണി കിടന്ന രാത്രികളിലാണ് എൻ്റെ ഉള്ളിലൊരു വാശി വളർന്നത്. വളർന്നു വലുതാകുമ്പോൾ എനിക്ക് പണം സമ്പാദിക്കണം. ഈ ലോകത്തെ മുഴുവൻ കാൽക്കീഴിലാക്കാനുള്ള പണമുണ്ടെങ്കിലേ ഈ നാട്ടിൽ വിലയുള്ളൂ എന്ന് ഞാൻ പഠിച്ചു. പോലീസ് ജോലി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ അനിയത്തിക്ക് ഒരു കുറവും അറിയിക്കരുത് എന്ന്. അവൾക്ക് വേണ്ടി ഞാൻ പണത്തോട് ആർത്തി കാണിച്ചു. കൈക്കൂലി വാങ്ങി, ഗുണ്ടായിസം കാണിച്ചു. പണം തരുന്നവൻ്റെ കാല് നക്കാനും എനിക്ക് മടിയുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മാൾട്ടി ഒരു രാജകുമാരിയെ പോലെ ജീവിക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആദിത്യൻ സാവധാനം എഴുന്നേറ്റു. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഉണ്ടാക്കിയ പണം കൊണ്ടൊന്നും എൻ്റെ അനിയത്തെ എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. നീ കാണിച്ച ധൈര്യത്തിന് മുന്നിൽ ഞാൻ തോറ്റുപോയി. ഈ തെളിവുകൾ നീ ചാനലിൽ കൊടുത്തോ. ഞാൻ എൻ്റെ തെറ്റുകൾ ഏൽക്കാൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ആദിത്യൻ തിരിഞ്ഞു നടന്നു. അവൻ പുറത്തേക്ക് പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ അന്നയുടെ മനസ്സിൽ ആദിയോടുണ്ടായിരുന്ന കടുത്ത ദേഷ്യം എവിടെയോ അലിഞ്ഞുപോയി. പകരം ഒരു പാവമേട്ടനോടുള്ള ചെറിയൊരു സങ്കടം അവളുടെ ഉള്ളിൽ നിറഞ്ഞു. എങ്കിലും നിയമത്തിൻ്റെ വഴിക്ക് പോകണമല്ലോ. പിറ്റേന്ന് രാവിലെ കേരളക്കരയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത ലോക്കൽ ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസായി വന്നു. വന്മാറ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച SI ആദിത്യൻ ഒടുവിൽ കുറ്റം സമ്മതിച്ചു. അഴിമതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ട് ചാനൽ റിപ്പോർട്ടർ അന്ന സെബാസ്റ്റ്യൻ. ചാനലിൽ ആദിത്യൻ്റെ അഴിമതിയുടെയും കൈക്കൂലി പണത്തിൻ്റെയും എല്ലാ വിവരങ്ങളും അന്ന തെളിവ് സഹിതം പുറത്തുവിട്ടു. നാട്ടുകാർ മുഴുവൻ ടിവിക്കു മുന്നിൽ അവിശ്വാസത്തോടെ അത് നോക്കി നിന്നു. തൊട്ടു പിന്നാലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അടിയന്തര നടപടി ഉണ്ടായി. ആദിത്യനെ വന്മാറ കേസ് അട്ടിമറിച്ചതിനും അഴിമതി നടത്തിയതിനും അന്വേഷണ വിധേയമായി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ പുറത്തു വന്നു. ആ വാർത്ത വന്ന് ദിവസങ്ങൾക്കകം ആദിത്യൻ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഒപ്പം വന്മാറ കേസ് അട്ടിമറിക്കാൻ നോക്കിയ രാഷ്ട്രീയക്കാർക്കെതിരെയും മാളൂട്ടിയെ ചതിക്കാൻ നോക്കിയ രാഹുലിനും വിഷ്ണുവിനുമെതിരെയും അന്നയുടെ പോരാട്ടം ശക്തമായി തുടർന്നു. ആദിത്യൻ നൽകിയ കൃത്യമായ തെളിവുകളുടെ ബലത്തിൽ ആ പ്രതികളെല്ലാം കമ്പിയെണ്ണി. നിയമം അതിൻ്റെ വഴിക്ക് പോയപ്പോൾ ആദിത്യൻ തൻ്റെ തെറ്റുകൾ പൂർണ്ണമായും തിരുത്താനുള്ള വഴിയിലായിരുന്നു. മാളൂട്ടി തൻ്റെ PG പൂർത്തിയാക്കി ഒരു കോളേജ് ലെക്ചററായി ജോലിയിൽ പ്രവേശിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം കാലം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. അന്ന സെബാസ്റ്റ്യൻ ഇന്ന് ചാനലിൻ്റെ ചീഫ് റിപ്പോർട്ടറാണ്. പഴയതിനേക്കാൾ കൂടുതൽ ഗാംഭീര്യവും തൻ്റെ ഇടവുമുള്ള ഒരു ജേർണലിസ്റ്റ്. മഴ പെയ്തു തോർന്നൊരു വൈകുന്നേരം നഗരത്തിലെ പ്രശസ്തമായ ഒരു കഫേയുടെ ഗ്ലാസ് ജാലകത്തിന് അരികിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു അന്ന. പെട്ടെന്നാണ് കഫേയുടെ വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നത്. കറുത്ത ഷർട്ടും മുണ്ടും ധരിച്ച് അല്പം താടിയൊക്കെ വളർത്തി പ്രൗഢിയോടെ നടന്നു വരുന്ന ആദിത്യൻ.
പഴയ കലിപ്പും അഹങ്കാരവും നിറഞ്ഞ മുഖമല്ല, പകരം കൺകോടുകളിൽ ഒരു ശാന്തതയും ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു. അവൻ നേരെ നടന്ന് അന്നയുടെ മുന്നിലുള്ള കസേര വലിച്ചിട്ടിരുന്നു. എന്താ അന്നെ, തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? ആദിയുടെ ശബ്ദത്തിൽ പഴയ മുരൾച്ചകൾക്ക് പകരം നല്ലൊരു ആർദ്രതയുണ്ടായിരുന്നു. ആ, ആദിത്യൻ സാറോ? എവിടെയായിരുന്നു ഈ 5 കൊല്ലം? അന്ന അത്ഭുതത്തോടെ ചോദിച്ചു. നിന്നെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വന്നതാ. ആദി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നെ കാണാനോ? എന്തിന്? അന്നയുടെ നെഞ്ചെടുപ്പ് പതുക്കെ കൂടി. ആദിത്യൻ തൻ്റെ കൈകൾ മേശപ്പുറത്തേക്ക് വെച്ചു. അവൾക്ക് നേരെ അല്പം മുന്നോട്ട് ആഞ്ഞിരുന്നു. 5 വർഷം മുമ്പ് നീ എൻ്റെ അനിയത്തിയെ രക്ഷിച്ച അന്ന് എൻ്റെ ഉള്ളിൽ തുടങ്ങിയതാ ഈ മാറ്റം. അന്ന് നീ എൻ്റെ അഴിമതികൾ വലിച്ചു കീറി എന്നെ ജയിലിലേക്ക് വിടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് പ്രതികാരമായിരുന്നു. പക്ഷെ നീ എൻ്റെ കഥ കേട്ടപ്പോൾ, എൻ്റെ കണ്ണീര് കണ്ടപ്പോൾ നിൻ്റെ കണ്ണിൽ മിന്നി മറിഞ്ഞൊരു നൊമ്പരമുണ്ട്. അതാണ് എന്നെ മാറ്റിയത്. കഴിഞ്ഞ 5 കൊല്ലമായി എൻ്റെ ഓരോ ദിവസവും നിൻ്റെ ചിന്തകളിലായിരുന്നു. അഴിമതിക്കാരനായ ആ പഴയ ആദ്യമല്ല ഞാനിപ്പോൾ. ഇപ്പോൾ എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മനസ്സും. ആദ്യം ഒന്ന് നിർത്തി അവിടെ വിരലുകളിലേക്ക് നോക്കി. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്നെ. എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ നിനക്ക് സമ്മതമാണോ? പെട്ടെന്നുള്ള പ്രണയാഭ്യർത്ഥന അന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അവൾ ഒരു നിമിഷം സ്തബ്ധയായി. പക്ഷെ അവളുടെ ഉള്ളിലെ തൻ്റെ ഇടം പെട്ടെന്ന് പുറത്തു വന്നു. അവൾ ആ കസേരയിൽ ഒന്നിരുന്ന് നിവർന്നു മുഖത്ത് ഗൗരവം വരുത്തി. നോക്കൂ ആദിത്യൻ, താൻ മാറിയിട്ടുണ്ടാവാം, പക്ഷേ പഴയ അഴിമതികളൊക്കെ ഉപേക്ഷിച്ചിട്ടും ഉണ്ടാവാം. പക്ഷേ ഈ അന്ന സെബാസ്റ്റ്യൻ ഒരു ജേർണലിസ്റ്റാണ്. എൻ്റെ ജീവിതം വാർത്തകൾക്കും സത്യത്തിനും വേണ്ടിയുള്ളതാണ്. അതിനിടയിൽ ഈ പ്രണയത്തിനും കുടുംബത്തിനൊന്നും എനിക്ക് സമയമില്ല. പണ്ട് ഞാൻ തൻ്റെ അനിയത്തി രക്ഷിച്ചത് എൻ്റെ കടമയായിരുന്നു. അല്ലാതെ സോറി, എനിക്കിതൊന്നും താല്പര്യമില്ല. തന്നെ എനിക്ക് ആ രീതിയിൽ കാണാൻ കഴിയില്ല. അത്രയും പറഞ്ഞ് അന്ന തൻ്റെ ബാഗും എടുത്ത് എഴുന്നേറ്റു. ആദ്യത്തിന് അവളെ തടയാൻ നോക്കിയില്ല. അവൻ്റെ ചുണ്ടിൽ ആ ചിരി ഇപ്പോഴും ഉണ്ടായിരുന്നു. തോറ്റു കൊടുക്കാൻ ഞാനും പഠിച്ചിട്ടില്ലല്ലോ അന്നെ. നീ എൻ്റെ പെണ്ണാവും, അതുറപ്പാ. ആദ്യം അവൾ പോകുന്ന വഴിയിലേക്ക് നോക്കി സ്വയം പിറുർത്തു. അതിനുശേഷമുള്ള മാസങ്ങളിൽ അന്ന എവിടെ പോയാലും അവിടെയെല്ലാം ആദ്യയുടെ ഒരു സാന്നിധ്യമുണ്ടായിരുന്നു. അവൾ റിപ്പോർട്ടിങ്ങിനായി പോകുന്ന സ്ഥലങ്ങളിൽ ദൂരെ മാറി നിന്ന് ബുള്ളറ്റിലിരുന്ന് അവൻ അവളെ നോക്കി പുഞ്ചിരിക്കും. അവൾക്ക് വല്ല അത്യാവശ്യവും വരുമ്പോൾ ഒരു നിഴലായി അവൻ കൂടെയുണ്ടാവും. ഒരിക്കൽ പോലും അവൻ അവളെ ശല്യം ചെയ്തില്ല. പകരം ഒരു കാവൽക്കാരനെ പോലെ കൂടെ നിന്നു. മാളുട്ടിയും ഇതിനിടയിൽ അന്നയെ വന്ന് കണ്ടിരുന്നു. അന്ന ചേച്ചി, ഏട്ടന് ചേച്ചിയെ അത്രയ്ക്ക് ജീവന. പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഏട്ടനെ ഇപ്പോഴും വിഷമിക്കാറുണ്ട്. ചേച്ചി ഏട്ടനെ സ്വീകരിക്കണം എന്ന് അവൾ പറഞ്ഞപ്പോൾ അന്നയുടെ മനസ്സൊന്ന് ഉലഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അന്നയ്ക്ക് മനസ്സിലായി താൻ ആദിത്യനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. അവൻ കാണാൻ വരാത്ത ദിവസങ്ങളിൽ അവളുടെ മനസ്സ് അസ്വസ്ഥമായി. ഒടുവിൽ ഒരു പ്രണയദിനത്തിൽ അന്ന തന്നെ ആദിയെ പഴയ കഫേയിലേക്ക് വിളിച്ചു വരുത്തി. എന്താ ചീഫ് റിപ്പോർട്ടർ പെട്ടെന്ന് വിളിച്ചത്? വല്ല ബ്രേക്കിംഗ് ന്യൂസും ഉണ്ടോ? ആദി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ പ്രണയം തുളുമ്പുന്നുണ്ടായിരുന്നു. ഉണ്ട്, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. തോറ്റുകൊടുക്കാൻ പഠിക്കാത്ത അന്ന സെബാസ്റ്റ്യൻ ഒടുവിൽ ആദിത്യൻ എന്ന കാട്ടുപോത്തിന് മുന്നിൽ തോറ്റുകൊടുത്തിരിക്കുന്നു. ഐ ലവ് യു ആദി. ആദിത്യൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അവൻ അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. വിവാഹം വളരെ ലളിതമായിട്ടാണ് നടന്നത്. മാൾട്ടിയുടെയും അന്നയുടെയും വീട്ടുകാരുടെയും സാന്നിധ്യത്തിൽ അവർ ഒന്നായി. ഒരു രാത്രി മഴ തകർത്തു പെയ്യുന്ന സമയം ആദിയുടെ വീട്ടിലെ ഹാളിൽ അവർ 2 പേരും മാത്രമായിരുന്നു. മാളുട്ടി അവളുടെ മുറിയിൽ ഉറങ്ങാൻ കിടന്നിരുന്നു. അന്ന ജനലിലൂടെ പുറത്തെ മഴ നോക്കി നിൽക്കുമ്പോൾ ആദി പിന്നിലൂടെ വന്ന് അവളുടെ അരക്കെട്ടിലൂടെ കൈകൾ ചേർത്ത് വെച്ച് അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. അവൻ്റെ നെഞ്ചിൻ്റെ ചൂടിലേക്ക് അവൾ ഒതുങ്ങി നിന്നു. ഇപ്പോഴും എന്നെ പേടിയുണ്ടോ എന്നെ? ആദ്യം അവളുടെ കഴുത്തിൽ മുഖമമർത്തിക്കൊണ്ട് പതുക്കെ ചോദിച്ചു. പിന്നെ ആ പഴയ ഗുണ്ട എസ് ആരാ പേടിക്കാത്തത്? അന്ന അവനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു. അത് പിന്നെ അന്ന് നീ എന്നെ അത്രയ്ക്ക് ചൊറിഞ്ഞതുകൊണ്ടല്ലേടി. ആദ്യം അവളുടെ കവളിൽ പതുക്കെ കടിച്ചു. ആ സാറേ, വീട് വേദനിക്കുന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ച് തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും ആദി അവൻ്റെ പിടി വിട്ടില്ല. അവൻ അവളെ ഒന്നുകൂടെ മുറുക്കി പിടിച്ച് ആ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ അമർത്തി. പുറത്ത് മഴ തകർത്ത് പെയ്യുമ്പോൾ ഉള്ളിൽ പ്രണയത്തിൻ്റെ വലിയൊരു വെടിക്കെട്ട് നടക്കുകയായിരുന്നു അവരിൽ. വാശിയും പ്രതികാരവുമായി തുടങ്ങിയ ബന്ധം ഒടുവിൽ പ്രണയത്തിൻ്റെ തീരത്ത് വന്ന് ശുഭമായി അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു കഥയുമായി ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു.